ദുബായിലെ അൽ ജദ്ദാഫ് വാട്ടർ ഫ്രണ്ട് ഏരിയ എന്ന് പറഞ്ഞ ഇടത്താണ്. മുകളിൽ ഹൈ സ്പീഡ് ഹൈവേ പോകുന്നു. അതിൻ്റെ താഴെയൊക്കെ പാർക്കുകൾ ഒക്കെ. ഞാൻ കാണിക്കാൻ വരുന്ന 2 റെസ്റ്റോറൻറ്റുകളുണ്ട്. ചൈനീസ്, അവിടെ ജിൻലിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, അത് കാണേണ്ട ഒരു കാഴ്ചയായതുകൊണ്ട് ഞാൻ കാണിക്കാം. ഇവിടെയൊക്കെ രാവിലെ വ്യായാമത്തിന് വരുന്നവർ ഒക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഫുള്ള് വലിയ, അത് കാണാം. അത് മുഴുവനും ബുക്ക്ഡാണ്. അവിടെ നമുക്ക് അവിടെയൊന്നും കയറാൻ പറ്റില്ല. ഓൾറെഡി ഫുൾ ബുക്ക് ചെയ്തേക്കാണ് ഏതോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. എങ്കിലും എങ്ങനെ ആയിരിക്കണം ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ടൂറിസം എന്നുള്ളതിൻ്റെ കാണിക്കാനാണ് ശ്രമിക്കുന്നത്. പെയിൻറ്റിങ്ങുകൾ, മനോഹരമായ ശില്പങ്ങൾ അല്ലേ. മരക്കഷ്ണത്തെ എത്ര സുന്ദരമായി ലൈറ്റ് പോസ്റ്റ് പോലും എത്ര മാർ അൽ ബഹാർ റെസ്റ്റോറൻ്റ് എന്നാണ് എഴുതിയേക്കണേ. ഒപ്പം ലോബ്സ്റ്ററിൻ്റെ പടം വച്ചിട്ടുണ്ട്. അത് മുകളിലും റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ആ ചെറിയ ബോട്ടിനകത്ത്, ചെറിയ കപ്പലിനകത്ത്, കപ്പൽ തന്നെയാണ്. അവിടെയെല്ലാം മേശകൾ. അവിടേക്ക് കയറാൻ പറ്റുമോയെന്നറിയില്ല, ഞാൻ നോക്കട്ടെ. ഈ ഗേറ്റുകൾ പോലും ഒരു കലാകാരൻ ഡിസൈൻ ചെയ്തതിൻ്റെ കാണാം. കയറുകൾ, ഓക്കെ, അതിലെല്ലാം കയറ് വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നോക്കിയാൽ കാണാം ചെറിയ ചെറിയ പുഴയിലേക്ക് ഇറങ്ങി പ്രകൃതി ഒരു വിധത്തിലും ഇത് ചെയ്യാണ്ട് മരത്തിൻ്റെ കാലുകളിൽ ഒക്കെ ആയിട്ട് വണ്ടി. അതിനപ്പുറത്ത് അവരുടെ ടെൻറ്റിൻ്റെ ഒരു ശൈലിയാണ്. ഇതാണ് ഗ്രാസിൻ്റെ കനം കണ്ടോ, പുല്ലുമേഞ്ഞ് ഒരു. എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ ഓരോ ഇതും അങ്ങനെയാണ്. ഈ പുല്ല് വളരെ കട്ടി കൂടിയതാണ്, 10 കൊല്ലത്തിലേറെ നിൽക്കും. അപ്പോൾ പുല്ല് കേടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം എടുത്ത് മാറ്റിയിട്ട് വയ്ക്കൂര്. അത് മാത്രമായിട്ട് മാറ്റിയിട്ട് ചെയ്താൽ മതി. വളരെ സിമ്പിൾ പരിപാടി. ഇതൊരു ഇന്തോനേഷ്യൻ ശൈലിയാണ് കാണുന്നത്. ഓരോ ക്രാഫ്റ്റുകൾ, ഈ വരകളൊക്കെ ആയിട്ട് ചെയ്തേക്കുന്നു. ഇതെല്ലാം ഫോർ സെയിലിനും കൂടി വെച്ചേക്കുന്നതാണ്. ഹുക്കയ്ക്ക് ഇവിടെയൊക്കെ ശീഷ, സായിപ്പിൻ്റെ അടുത്തൊക്കെ കാണാം ശീഷ. ഇതൊക്കെ മനസ്സിലാകുന്നതുകൊണ്ട് ബെല്ലി ഡാൻസിൻ്റെ ഉപകരണങ്ങളൊക്കെയാണ്. ബെല്ലി ഡാൻസ് ഉപകരണങ്ങൾ. അടുത്ത് ചുട്ടെടുക്കുന്നു. ഇവിടെ നല്ല സുഗന്ധമാണ്. എടാ മോനെ എന്നൊക്കെ പറയാം. ഒന്ന്
അത് അവരുടെ സപ്ലൈ കൗണ്ടറുകൾ, ബൂഫേ കൗണ്ടറുകൾ സെറ്റ് ചെയ്തേക്കണത്. പിന്നെ കട്ടി കണ്ടോ പുല്ലിൻ്റെ. ഉള്ളിൽ പനമ്പും മെടഞ്ഞ് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്ക് വരുമാനമാവും. ആഹാ, കയറുമ്പോൾ തന്നെ വേറെ ലോകത്തേക്ക് കയറിയ ഒരു പ്രതീതി. ഇതിൻ്റെ ഇടയിൽ ബൾബുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് ഒരു ചായക്ക് 100 രൂപയായിരിക്കും ഇന്ത്യയിലാണെങ്കിൽ. ആ 100 രൂപയ്ക്ക് 5 രൂപയുടെ ചായ ആണെങ്കിലും കുടിക്കാനായിട്ട് അതിൻ്റെ ഒരു അനുഭൂതി ഒന്ന് ഓർത്ത് നോക്കി. ക്ലീൻ വാട്ടർ. ഇതാണ് ടൂറിസം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, താങ്ക് യു. ദിസ് എ വേ ടൂറിസം ഷുഡ് ബി. എനിക്ക് നമ്മളുടെ പുഴയോരത്ത് എൻ്റെ വീട്ടിൽ വന്ന ഒരു കൊറിയക്കാരി ഒരു 45 ദിവസം താമസിച്ചിരുന്നു, 1.5 മാസം. അപ്പോൾ കൊറിയക്കാരി ഞങ്ങൾ നടക്കാനിറങ്ങിയപ്പോൾ പുഴയോരം കണ്ടപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, കൊറിയയിലാണ് ഇങ്ങനെ ഒരുങ്ങുണ്ടെങ്കിൽ ആ പുഴയോരത്ത് ഒരു 200 റെസ്റ്റോറൻറ്റുകളെങ്കിലും ഉണ്ടാവും. താഴെ കോഫി ഷോപ്പുകളും മുകളിൽ റെസ്റ്റോറൻറ്റുകളും ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നമ്മൾ കടലിലേക്ക് എത്തി. ഇവിടെ ലൈവ് മ്യൂസിക് രാത്രിയിൽ. ഇതിപ്പോൾ ഇന്ന് ഫുൾ ബുക്ക്ഡാണ്. ഇപ്പം തന്നെ പരിപാടി തുടങ്ങും. എല്ലാം ഫുൾ ബുക്ക്ഡാണ്. അങ്ങനെ കടൽ തീരത്തെത്തി. ദുബായിയുടെ ഐക്കണുകളൊക്കെ കണ്ടു. ഞാൻ ആ കപ്പലും കൂടി കയറാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. ആ കാണുന്നതും ഇതേ കിട്ടണം കണ്ട ആ കാണുന്ന ചുവന്ന നിറം അതൊരു പാർക്കാണ്. അതൊരു കൂറ്റൻ പാർക്കാണ്. അവിടെയും ദുബായിയുടെ വിമാനം പറക്കുന്നു. വിമാനത്താവളത്തിൽ നിന്നുള്ള വൃത്തി പിന്നെ പറയണ്ടല്ലോ. വൃത്തിയുടെ കാര്യത്തിൽ ഇവരെ വൃത്തിയില്ലാത്തൊരു പരിപാടി ഉണ്ടാവില്ല. അഴുക്കില്ല, ക്ലീൻ. ഇതിലൊക്കെ നടക്കാൻ തന്നെ സമയം പോകണം അറിയില്ല. അത് തന്നെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇത് ഞാൻ ബാലിയിലൊക്കെ പോയി കണ്ടു. നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് തലക്കിടി, നിലത്തിരുന്ന് കഴിക്കുന്നു. യെസ്, മുകളിലേക്ക് പോകാനും അനുവാദം തന്നു. അവർക്ക് സന്തോഷമാണല്ലോ, കാരണം അവിടേക്ക് 4 ആളെ എത്തുന്നതാണല്ലോ. ഇവിടെ വന്നപ്പോൾ പ്ലാസ്റ്റിക് ആയിട്ടോ പൂക്കളൊക്കെ, കാരണം ഫ്ലോറിൻ്റെ മുകളിൽ വയ്ക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കപ്പലിലേക്ക് കയറുകയാണ്. ആഹാ ഹാ ഹാ ടണ്ടടാങ് ടാങ് ടാങ് ടാങ്. റൗണ്ടായി. വാഷ് ബേസിൻ കൊള്ളാം. അടിപൊളി അടിപൊളി കൺസെപ്റ്റ്. അവരുടെ കിച്ചൺ ലൈവ് അവിടെ വെച്ചേക്കുന്നു. ഇതെല്ലാം എക്സ്പീരിയൻസുകളാണ്. ആളുകൾ യാത്ര പോകുന്ന എക്സ്പീരിയൻസുകൾക്ക് വേണ്ടിയിട്ടാണ്.
അവിടെ സാധാരണ റെസ്റ്റോറൻറ്റ് സ്റ്റൈലും. അങ്ങനെ നല്ലൊരു കാഴ്ച, നല്ലൊരു ദിവസം. പിന്നെ ഒന്നുകൂടി കാണിക്കാം. ഇവിടെ നമുക്ക് കൃത്യമാണ്. ഇത് കണ്ടോ, ഇതൊരു ഗ്യാതറിങ് ഈവനിങ്ങിൽ പരിപാടികൾ, ഒരു സ്റ്റേജ് പോലെ ഉണ്ട്. അവിടെ ആൾക്കൂട്ടം, ഇവിടെ സ്റ്റേജ്, അങ്ങനെ എത്ര മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത് നോക്കുക. അങ്ങോട്ടേക്ക് ചെറിയ ചെറിയ അവരുടെ സാധനങ്ങൾ. കൊള്ളാം. നല്ലൊരു ദിവസം, നല്ല തുടക്കം. എനിക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വിഷമം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. ഈ വളഞ്ഞു പോകുന്നതാണ് താഴേക്കുള്ള വഴി തന്നെ. ഗ്രേറ്റ്. അപ്പോൾ ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു. ഞാൻ വളരെ അപൂർവമാണ് വീഡിയോകളൊക്കെ എടുക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് പറയുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും പറയുക. താങ്ക് യു സോ മച്ച്. ഇന്നിത്തിരി അധികം സമയമെടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇടയായത്. സൈക്കിളിൽ അല്ലാത്തതുകൊണ്ട് കൂടിയാണ്. സൈക്കിളിലിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒന്നും നടക്കില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം കുറച്ച് നീണ്ട വീഡിയോ ആണെങ്കിലും കണ്ടുകൊണ്ടിരുന്നതിന് ബോറടിച്ചില്ല എന്ന് കരുതുന്നു. ബൈ ബൈ. വീണ്ടും ഇടയ്ക്കൊക്കെ ഇതുപോലെ കാണാം.